നമ്മുടെ സർക്കാർ കൊടുക്കുന്ന സൗജന്യ പ്രിയദർശിനി യാത്രയുണ്ടല്ലോ, സ്ത്രീകൾക്ക് സൗജന്യ പ്രിയദർശിനി യാത്ര. ഞാനും ചെറുതായിട്ട് ഇന്നൊന്ന് യാത്ര ചെയ്തു. ഒരു കാര്യം ഉണ്ടായിട്ടല്ല, ഞാനൊന്ന് യാത്ര ചെയ്തു. ഇന്ന് പ്രിയദർശിനി ബസ് എനിക്ക് ഉണ്ടായ ഒരു അനുഭവം ഉണ്ടല്ലോ, എന്റെ ദൈവമേ. നിങ്ങളൊരു അഡ്വഞ്ചർ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. എല്ലാരും വരുവിൻ, ആസ്വദിപ്പിൻ. ഞാൻ ബന്ദിയോട് മുതൽ കാസർഗോഡ് വരെയാണ് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. തിരക്ക് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലോ, ഞാൻ കുമ്പള വെടിക്കും പാലക്കുന്ന് പരണിക്കും അങ്ങനെ ഒരു തിരക്ക് കണ്ടിട്ടുള്ളൂ. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? ഓക്കെ, ഞാൻ ഇരുന്നതിന്റെ ഈ സൈഡിൽ ഇരുന്ന താത്താന്റെ മുക്കാൽ കുണ്ടിയും എന്റെ ഷോൾഡറിലാണ്. ഞാൻ ലാലേട്ടനെ പോലെയാണ് ഇങ്ങനെ ഇരിക്കുന്നത്. എവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയിട്ട്. അതിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള താത്താന്റെ ഫുൾ കുണ്ടിയും എന്റെ തൊടയിലാണ്. വിശ്വസിക്കരുതടാ, ലോകത്ത് ഒരു പെണ്ണിനും വിശ്വസിക്കരുത്. വിശ്വസിച്ചാൽ അവളുമാരെ നമ്മളെ ചതിക്കും, അത് ഉറപ്പാ. ഇത് ഞാൻ തൊട ഇങ്ങനെ ഇടക്ക് അനക്കുമ്പോ പോലും അവര് മൈൻഡ് ചെയ്യുന്നില്ല. കാരണം മൈൻഡ് ചെയ്താൽ ഞാൻ എണീക്കേണ്ടി വരുമല്ലോ, എന്റെ തൊടേന്ന് എണീക്കേണ്ടി വരുമല്ലോ. വേണ്ട, ഞാൻ ആ ടൈപ്പ് അല്ല. എന്റെ അടുത്ത് നമ്പർ ഒന്നും ഇറക്കണ്ട, ഞാൻ ആ ടൈപ്പ് അല്ല. അത് കഴിഞ്ഞിട്ട് കണ്ടക്ടറിനെ റിക്വസ്റ്റ് ചെയ്യാണ് ഓരോ സ്റ്റോപ്പിലും, ചേച്ചി അടുത്ത ബസ് പ്രിയദർശിനി തന്നെ വരുന്നുണ്ട്, ഇതിൽ സ്ഥലമില്ല. മാറി നിൽക്കണ മുണ്ടക്കൽ ശേഖര എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്ത്രീകൾ തടിച്ചു കയറുന്നത്. തിരക്കെന്ന് പറഞ്ഞ അമ്മാതിരി തിരക്കാണ്. ഒരു ചാൻസ് കിട്ടി അത് ഓവറാക്കുമല്ലടാ ഫുൾ. വേറൊരു കോമഡി കേൾക്കണോ, ഈ ഫ്രീ യാത്രക്കിടയിൽ ഞാൻ ഇരുന്ന സീറ്റിലിരുന്ന ആളായിരിക്കണം ആ ബോട്ടിന്റെ ഒരു എയർപോർട്ട് മറന്നു വെച്ചു പോയി. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നോക്കുന്ന സമയത്ത് 800 റുപ്പീസ് എങ്ങനെ അതിന് പ്രൈസ് ഉണ്ട്. ഞാൻ കണ്ടക്ടർ അതിൽ കൊടുത്തിട്ട് പറഞ്ഞു, ചിലപ്പം ഒരു KSRTC വരുമായിരിക്കും, പരുതിയിട്ട് നിങ്ങൾ അവിടെ കൊടുത്താൽ മതി. അയാൾ എന്നെ ഇങ്ങനെ തലക്ക് കൈ വെക്കുന്നത്. നിങ്ങൾ ഈ എത്ര കൂടിപ്പോയ 800 രൂപയൊന്നും എന്തായാലും മംഗലാപുരത്തുനിന്ന് കാസർഗോഡേക്ക് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ ഒരു ഫ്രീ ടിക്കറ്റിന് വേണ്ടിയിട്ട് ബോട്ടിന്റെ എയർപോർട്ട് അടക്കം വെച്ച് മറന്നു പോകുന്ന സ്ത്രീകളുണ്ട്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഇങ്ങനെ ഒരു സൗജന്യ യാത്ര? ഗർഭിണികൾക്കാവട്ടെ, ഭിന്നശേഷിക്കാർക്കാവട്ടെ, അന്ധർക്കാവട്ടെ, ആർക്കും ഇങ്ങനെയുള്ള തിരക്കിലൊന്നും കയറാൻ പറ്റില്ല. നമ്മള് കഞ്ഞികളാണെന്നാണോ പറഞ്ഞതിന്റെ സൂചന? ആണോ? അല്ല, അങ്ങനെ പറയണമെങ്കിൽ നമ്മളെ പൂർവ്വകാല ചരിത്രമൊക്കെ മൂപ്പര് അറിയണ്ടേ? ഇല്ല, അറിഞ്ഞു കാണൂ. ഈ സർക്കാരിനോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇങ്ങനെയുള്ള സൗജന്യ യാത്രകളും കാര്യങ്ങളും അതൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അർഹതപ്പെട്ട എത്രയോ ആൾക്കാരുണ്ട്. അതൊരു ജെൻഡർ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന എന്തിനാണ് അതിന്റെ ആവശ്യം? RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ, സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? എന്റെ ഭഗവാനെ, ഇടക്ക് ഇറങ്ങാനും പറ്റില്ല. നമ്മളൊന്ന് ഇറങ്ങാന്ന് വെച്ചാൽ അതും പറ്റില്ല. അത്രക്ക് ജനങ്ങളാണ് ഈ പ്രിയദർശിനി ബസ്സില്. എടാ, നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ ഏണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട്. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിക്കാൻ നേരമില്ല.